أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأقسموا بالله جهد أيمانهم لئن جاءهم نذير ليكونن أهدى من إحدى الأمم فلما جاءهم نذير ما زادهم إلا نفورا استكبارا في الأرض ومكر السيء ولا يحيق المكر السيء إلا بأهله فهل ينظرون إلا سنة الأولين فلن تجد لسنة الله تبديلا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1512 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 35-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫാത്തിറിലെ 42-43 ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأقسموا بالله جهد أيمانهم لئن جاءهم نذير ليكونن أهدى من إحدى الأمم فلما جاءهم نذير ما زادهم إلا نفورا استكبارا في الأرض ومكر السيء ولا يحيق المكر السيء إلا بأهله فهل ينظرون إلا سنة الأولين فلن تجد لسنة الله تبديلا ولن تجد لسنة الله تحويلا. صدق الله العلي العظيم. സൂറത്ത് ഫാത്തിറിലെ 42-43 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. നിഷേധികളെ പരാമർശിച്ചുകൊണ്ടാണ് അവര് പറഞ്ഞുകൊണ്ടിരുന്ന ചില കാര്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു ഈ 2 ആയത്തുകളിലായിട്ട് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. വിശുദ്ധ ഖുർആൻ കേട്ടുകൊണ്ടിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കയിലെ ആളുകൾ നേരത്തെ സ്വീകരിച്ചിരുന്ന ഒരു നിലപാടും എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആന്റെ അവതരണത്തിന് മുമ്പായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് ദൗത്യ നിർവഹണം ലക്ഷ്യം വെച്ചുകൊണ്ട് അവരുടെ ഇടയിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് അവർ സ്വീകരിച്ചിരുന്ന ഒരു നിലപാടും ഇപ്പോ അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടും തമ്മിലുള്ള വ്യത്യാസമാണ് മുഖ്യമായിട്ടും ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വിശുദ്ധ ഖുർആനോട് അതിന്റെ അനന്തരാവകാശികളായിട്ട് അള്ളാഹു തിരഞ്ഞെടുത്ത ആളുകൾ സ്വീകരിക്കുന്ന നിലപാടിനെ കുറിച്ച് ഏതാനും ആയത്തുകൾക്ക് മുമ്പ് അള്ളാഹു പരാമർശിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് വല്ലദീന കഫറു ലഹും നാറു ജഹന്നം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനെ അവഗണിക്കുകയും തള്ളിക്കളയുകയും ഒക്കെ ചെയ്ത ആളുകൾ എന്തു വിധത്തിലുള്ള പരിണിതിയാണ് ഏറ്റുവാങ്ങാൻ പോകുന്നത് എന്ന കാര്യവും വ്യക്തമാക്കപ്പെടുകയുണ്ടായി. എന്നിട്ട് ആ ആളുകള് ഖുർആനെ തള്ളിക്കളഞ്ഞുകൊണ്ട് അതിന് പകരമായി
കൊണ്ടു നടക്കുന്ന ആ രീതികളും ജീവിത ദർശനവുമൊക്കെ എന്തുമാത്രം അടിസ്ഥാനരഹിതമായതാണ് എന്നത് വെളിപ്പെടുത്തുകയായിരുന്നു ചില പ്രാപഞ്ചിക യാഥാർത്ഥ്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹുവാണ് ആകാശങ്ങളെയും ഭൂമിയെയും ഒക്കെ അത് തെന്നി നീങ്ങി പോകാത്ത വിധത്തിൽ പിടിച്ചു നിർത്തുന്നത്. അവയെങ്ങാനും തെന്നി നീങ്ങി പോവുകയാണെങ്കിൽ അതിന്റെ സംവിധാനങ്ങൾ തകർന്നു പോവുകയോ അതിന്റെ നിലവിലുള്ള ആ സന്തുലിതത്വം ഇല്ലാതെയായി അതിന്റെ പ്രവർത്തനം താറുമാറാവുകയോ ചെയ്യുകയാണെങ്കിൽ അല്ലാഹു അല്ലാത്ത മറ്റൊരാൾക്കും തന്നെ അതിനെ പിടിച്ചു നിർത്താനോ നേരെയാക്കാനോ സാധിക്കുകയില്ല എന്നൊരു കാര്യമാണ് തൊട്ടു മുമ്പുള്ള ആയത്തിൽ അല്ലാഹു ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ അല്ലാഹു അല്ലാത്ത മറ്റേത് ശക്തിയെയാണ് ഇവര് ആരാധ്യരായി കാണുന്നത് എങ്കിലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ അബദ്ധമാണ്, അങ്ങേയറ്റത്തെ വിഡ്ഢിത്തമാണ് എന്നതാണ് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്ന കാര്യം. അതിനെ തുടർന്നാണ് ഈ സത്യനിഷേധികളുടെ, വിശുദ്ധ ഖുർആനെ തള്ളിക്കളയുന്ന ഈ ആളുകളുടെ പഴയ കാലത്ത് അവർ പറഞ്ഞിരുന്ന ഒരു കാര്യത്തെ പരാമർശിച്ചുകൊണ്ട് അല്ലാഹു അവരുടെ നിലപാടിൽ അടങ്ങിയിരിക്കുന്ന പൊള്ളത്തരവും കാപ്പട്യവും വെളിപ്പെടുത്തുന്നത്. നമ്മൾ ഇന്ന് വായിച്ചു വെച്ച ആയത്തുകളിൽ അങ്ങനെ ഒരു കാര്യമാണ് നിർവഹിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ ആയത്തുകൾ വിശദമായിട്ട് പരിശോധിക്കാം നമുക്ക്. വഅഖ്സമു ബില്ലാഹി ജഹദ അയ്മാനിഹിം, അവര് സത്യം ചെയ്ത് പറയുകയാണ്, അവരുടെ ദൃഢപ്രതിജ്ഞ ചെയ്ത് പറയുന്ന പോലെ ഒരു രീതിയിൽ അതികഠിനമായ ഒരു നിലപാടെടുക്കുന്ന വിധത്തിലാണ് അവർ സത്യം ചെയ്ത് പറയുന്നത്. ഈ സത്യം ചെയ്യുന്നത് പണ്ട് മുതലേ അവർ അള്ളാഹുവിന്റെ പേരിലാണ് സത്യം ചെയ്യുക. അള്ളാഹു എന്ന പരമമായ അസ്തിത്വത്തെ അംഗീകരിക്കാത്ത ഒരു സംവിധാനമോ ഒരു വിശ്വാസ രീതിയോ ഒന്നും ഉള്ളതല്ല. അതല്ല അവരുടേതായ അവർ പിന്തുടർന്നു വന്നിരുന്ന രീതി. അള്ളാഹുവിനോടൊപ്പം പലരെയും ദിവ്യത്വമുള്ളവരായി കാണുന്ന, അവരെ സഹായത്തിനു വേണ്ടി അവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒക്കെ രീതിയാണ് അവര് പിന്തുടർന്നിരുന്നത്. അപ്പോൾ ശപഥം ചെയ്യുമ്പോൾ അവര് വല്ലാഹി എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പേരിൽ തന്നെ ചെയ്തെന്ന് വരും. അതവരുടെ ശീലിച്ചു വന്ന ഒരു രീതിയാണ്. ആ ഒരു രീതിയിലാണ് അള്ളാഹു അതിനെ ഇവിടെ പരാമർശിക്കുന്നത്. വഅഖ്സമു ബില്ലാഹി, അള്ളാഹുവിന്റെ പേരിൽ അവര് ശപഥം ചെയ്ത് ആണയിട്ട് പറയുന്നു. ജഹദ അയ്മാനിഹിം, ഭയങ്കര കടുപ്പത്തിലുള്ള ശപഥം എന്ന നിലക്ക് സത്യം ചെയ്ത് പറയുന്ന വിധത്തില്. ലഇൻ ജാഅഹും നദീറുൻ, അവരിലേക്ക് ഒരു താക്കീതുകാരൻ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, വരുന്നുവെങ്കിൽ, ലയഖൂനുന്ന അഹ്ദാ മിൻ ഇഹ്ദൽ ഉമം, അവര് മറ്റേത് സമുദായത്തെക്കാളും സന്മാർഗലബ്ധിയുള്ളവരായി മാറും എന്നതാണ് അവര് പറഞ്ഞിരുന്ന കാര്യം. യഥാർത്ഥത്തിൽ മക്കയിലെ സത്യനിഷേധികള്, ബഹുദൈവാരാധകരായ ആളുകള് ആ കാലത്ത് അവർക്ക് പരിചയമുള്ള മദീനയിലെയും മക്കയുടെ തന്നെ പല ചുറ്റുപാടുകളിലുമൊക്കെ ആയിട്ടുണ്ടായിരുന്ന യഹൂദ ക്രൈസ്തവ വിഭാഗങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചിരുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിടെ പരാമർശിക്കുന്നത് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. വേദപാരമ്പര്യമുള്ള പ്രവാചകന്മാരുടെ പിന്മുറക്കാരായിട്ട് പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളെ പിൻപറ്റുന്ന ആളുകളെ എന്ന നിലക്കൊണ്ടിരുന്ന വിഭാഗങ്ങളാണ് യഹൂദരും ക്രൈസ്തവരും. ദൈവികമായ മാർഗദർശനം തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുകയും എന്നാൽ അതേ സമയത്ത് സകല വിധത്തിലുള്ള ധാർമ്മിക ജീർണതകളുടെയും ആളുകളായിട്ട് മാറിയിട്ടും ഉണ്ടായിരുന്നു.
ഒരു ഭാഗത്ത് അവര് ദൈവിക മാർഗദർശനം കിട്ടിയ പ്രവാചകന്മാരുടെ പിന്മുറക്കാരായ ആളുകള് എന്ന് അവകാശപ്പെടുന്നു. എന്നാൽ മറുവശത്ത് അതിന്റെ യാതൊരു ഗുണവും അവരുടെ ജീവിതത്തിൽ കാണുന്നില്ലാത്ത വിധത്തില് അവര് എല്ലാ ജീർണതകളുടെയും ആളുകളായിട്ട് നിലകൊള്ളുകയും ചെയ്യുന്നു. ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് അതിൽ പ്രതിഷേധം കാണിച്ചുകൊണ്ട് ഇവർ പറയുന്ന ഒരു കാര്യമാണിത്. ഞങ്ങളിലേക്ക് ഒരു താക്കീതുകാരൻ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, ഞങ്ങൾക്കൊരു താക്കീതുകാരൻ, ഒരു നദീറിനെ ലഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവരെയൊന്നും പോലെ ഞങ്ങളാകുമായിരുന്നില്ല. ഞങ്ങൾ തീർച്ചയായിട്ടും മറ്റേത് സമുദായത്തെക്കാളും മറ്റേത് വിഭാഗങ്ങളെക്കാളും സന്മാർഗലബ്ധി ഉണ്ടായിട്ടുള്ള ആളുകളായിരിക്കും ഞങ്ങൾ എന്നാണ് അവര് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ സംസാരം എത്ര പൊള്ളയായതായിരുന്നു. പിന്നീട് അവരിലേക്ക് തന്നെ അള്ളാഹു ഒരു ദൂതനെ നിയോഗിച്ചയച്ചപ്പോ സ്വീകരിക്കുകയുണ്ടായ നിലപാട് എന്തായിരുന്നു എന്നതൊക്കെ ഈ ആയത്ത് അവതരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാവുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഈ ഒരു പൊള്ളത്തരവും അവരുടെ നിലപാടിലെ കാപ്പട്യവും വെളിപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു ഈ കാര്യം പറയുന്നത്. വഖ്സമൂ ബില്ലാഹി ജഹദ ഈമാനി, അള്ളാഹുവിന്റെ പേരിൽ അവര് ആണയിട്ട് തറപ്പിച്ച് ഉറപ്പിച്ച് സത്യം ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്നു. ലഇൻ ജാഅഹും നദീറുൻ, അവരിലേക്ക് ഒരു താക്കീതുകാരൻ വന്നുവെങ്കിൽ ലയഖൂനുന്ന, അവരാകുമായിരുന്നു അഹ്ദ മിൻ ഇഹ്ദൽ ഉമം, മറ്റേത് ഉമ്മത്തിനേക്കാളും ഏത് സമൂഹത്തെക്കാളും ഹിദായത്ത് ലഭിച്ചവർ, സന്മാർഗം ലഭിച്ചവരാകുമായിരുന്നു എന്നാണ് അവര് പറഞ്ഞിരുന്നത്. ഞങ്ങളിപ്പോ ഏതായാലും ഈ വിധത്തിലൊക്കെ ജീവിക്കുന്നതിന്റെ ഒരു കാരണം നിങ്ങൾക്കൊക്കെ അറിയുന്ന പോലെ ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനൊന്നും വന്നിട്ടൊന്നുമില്ല. നൂറ്റാണ്ടുകളോ ഒരു പക്ഷേ സഹസ്രാബ്ദത്തോളം വരുന്ന ഒരു കാലമെങ്കിലും, അതിലേറെ വരുന്ന ഒരു കാലമെങ്കിലും ഞങ്ങൾ അങ്ങനെ ദൈവിക മാർഗദർശനവും നൽകുന്ന പ്രവാചകന്റെ സാന്നിധ്യമൊന്നും അനുഭവിച്ചിട്ടില്ലാത്ത ആളുകളാണ്. പക്ഷെ നിങ്ങൾ അങ്ങനല്ലല്ലോ. യഹൂദരും ക്രൈസ്തവരും ദൈവിക പ്രവാചകന്മാര് മാർഗദർശനം നൽകിയിട്ടുള്ള ആളുകളാണല്ലോ. ഇതാണ് അവരുടെ സംസാരത്തിന്റെ ഒരു മുന. ഇതുപോലെയുള്ള സംസാരം ചിലപ്പോ ഒക്കെ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന്, അമുസ്ലിങ്ങളായ ആളുകളിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. മുസ്ലിങ്ങളെ പരാമർശിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ പലപ്പോഴും ആളുകൾ സംസാരിക്കാറുണ്ട്. ഞങ്ങളെ കാര്യം ഏതായാലും വിട്ടേക്ക്. നിങ്ങളിപ്പം ഒരു നബിയൊക്കെ പിൻപറ്റുന്ന ഒരു മതത്തിന്റെ ഒക്കെ ആളുകളാണല്ലോ, എന്നിട്ടും നിങ്ങൾ ഇങ്ങനെ ആവുന്നത് എന്നൊക്കെ നിലക്ക് സംസാരിക്കുന്ന കേൾക്കാം. മുസ്ലിം സമൂഹം പല ജീർണതകളിലൂടെയും കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ സാംസ്കാരിക ച്യുതിയുടെ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ അവര് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ അവസരം ഉണ്ടാകാറുണ്ട്. ഇപ്പോ സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് വളരെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ സമാനമായ ഒരു രീതിയിലാണ് മക്കയിലെ ബഹുദൈവ ആരാധകരായ ആളുകൾ യഹൂദരെയും ക്രൈസ്തവരെയും പരാമർശിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ മുമ്പായി അദ്ദേഹം ജനങ്ങളോട് സംസാരിച്ച് തുടങ്ങുന്ന ദൈവിക മാർഗദർശനം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന വിധത്തില് സംസാരിച്ചു തുടങ്ങുന്നതിന്റെ മുമ്പ് മക്കയിലെ നിഷേധികളും ഈ മുശ്രിക്കുകളും ഒക്കെ ആയ ആളുകൾ വേദക്കാരെ പരാമർശിച്ചുകൊണ്ട് പറയാറുണ്ടായിരുന്ന കാര്യം അതിങ്ങനെയാണ്: വഖ്സമൂ ബില്ലാഹി ജഹദ ഈമാനിഹിം, അവര് വല്ലാത്ത തറപ്പിച്ചുറപ്പിച്ച് സത്യം ചെയ്ത് പറയുമായിരുന്ന കാര്യം ലഇൻ ജാഅഹും നദീറുൻ, തങ്ങളിലേക്ക് ഒരു ദൂതൻ, ഒരു താക്കീതുകാരൻ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ലയഖൂനുന്ന അഹ്ദ മിൻ ഇഹ്ദൽ ഉമം, ലോകത്തെ മറ്റേത് ഉമ്മത്തുകളെക്കാളും ഏത് സമുദായത്തെക്കാളും ഹിദായത്ത് ലഭിച്ചവർ അവരാകുമായിരുന്നു എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അവര് അങ്ങനെ ഹിദായത്ത് കിട്ടിയ അഹ്ദ ആയിട്ടില്ലാത്തതിന്റെ ഒരു കാരണം
അവരിലേക്ക് അങ്ങനെ ഒരു താക്കീതുകാരനൊന്നും വന്നിട്ടില്ല എന്ന കാര്യം അംഗീകരിച്ചുകൊണ്ടാണ് അവര് ആ ഘട്ടത്തിൽ സംസാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ ചിത്രം മാറിയിട്ടുണ്ട്. ആ സംസാരത്തിനൊന്നും അവസരമില്ലാത്ത വിധത്തിൽ അവരിലേക്ക് തന്നെയായി അവരിൽപ്പെട്ട ഒരാളെ അള്ളാഹു ദൂതനായിട്ട്, അതും ഏറ്റവും സുപ്രധാനമായ ദൗത്യം നിർവഹിക്കാനുള്ള ചുമതല ഏൽപ്പിച്ചുകൊണ്ട് ദൂതനായിട്ട് അയച്ചിരിക്കുകയാണ്. അപ്പോ ആ കാര്യമാണ് അള്ളാഹു തുടർന്ന് പറയുന്നത്. ഫലമ്മ ജാഅഹും നദീറുൻ. അങ്ങനെ അവസാനം അവരിലേക്ക് ഒരു താക്കീതുകാരൻ വരികയുണ്ടായപ്പോ എന്താ അവരുടെ നിലപാട്? നേരത്തെ അവര് പറഞ്ഞത് ഒരു താക്കീതുകാരൻ ഞങ്ങളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ശരിക്കും സന്മാർഗികളായി മാറുമായിരുന്നു, എന്നല്ല ലോകത്ത് മറ്റേത് ഉമ്മത്തിനേക്കാളും മെച്ചപ്പെട്ട ഹിദായത്ത് കിട്ടിയ ആളുകൾ ഞങ്ങളാകുമായിരുന്നു എന്നൊക്കെയാണ് അവർ വലിയ വർത്താനം പറഞ്ഞിരുന്നത്. എന്നാൽ അവരിലേക്ക് തന്നെയായി അള്ളാഹു ഒരു ദൂതനെ അയച്ചപ്പോഴോ ഫലമ്മ ജാഅഹും നദീറുൻ, അങ്ങനെ ഒരു ദൂതൻ അവരിലേക്കായി വന്നപ്പോ എന്താ സംഭവിക്കുന്നത്? തുടർന്ന് അള്ളാഹു അതാണ് വ്യക്തമാക്കുന്നത്. ഫലമ്മ ജാഅഹും നദീറുൻ, അവരിലേക്കൊരു താക്കീതുകാരൻ വരികയുണ്ടായപ്പോ മാ സാദഹും ഇല്ലാ നുഫൂറ, അത് അവരിൽ വെറുപ്പും വിദ്വേഷവും ശത്രുതയും വർദ്ധിപ്പിക്കുകയല്ലാതെ വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ആ പ്രവാചകനോട് എതിർപ്പ്, അനിഷ്ടം അല്ലെങ്കിൽ ശത്രുത, പക ഒക്കെ വർദ്ധിപ്പിച്ചു എന്നതല്ലാത്ത വേറെ ഒരു ഫലവും അതുകൊണ്ടുണ്ടായിട്ടില്ല ഈ ആളുകളുടെ കാര്യത്തിൽ. ഇവർ പറഞ്ഞിരുന്നത് ഒരു താക്കീതുകാരൻ ഞങ്ങളുടെ അടുക്കലേക്കൊക്കെ ആയിരുന്നു വന്നിരുന്നതെങ്കിൽ ഞങ്ങൾ നിങ്ങളൊന്നും പോലെ ആകുമായിരുന്നില്ല, ഏറ്റവും ഹിദായത്ത് കിട്ടി ഏറ്റവും സന്മാർഗികളായ ആളുകളായി മാറുമായിരുന്നു എന്നതൊക്കെയായിരുന്നു അവരുടെ അവകാശവാദം. മറ്റേത് സമുദായത്തെക്കാളും ഹിദായത്ത് ലഭിച്ചവര് ഞങ്ങളാകുമായിരുന്നു എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അവരിലേക്ക് തന്നെയായി പ്രവാചകൻ എത്തിയപ്പോ, താക്കീതുകാരൻ എത്തിയപ്പോ അവര് പറയുന്നത്, അവരുടെ നിലപാട് അള്ളാഹുവിടെ പറയുന്നത് മാ സാദഹും ഇല്ല നുഫൂറ, നുഫൂർ അല്ലാത്ത യാതൊന്നും അവരില് അത് കാരണമായിട്ട് അധികരിക്കുകയുണ്ടായില്ല. അവര് കൂടുതൽ നല്ല ആളുകളായി മാറുക, കൂടുതൽ സന്മാർഗികളാവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതിന് പകരം ഇവരുടെ മനസ്സില് സത്യത്തിനോടുള്ള വിരോധം, അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള വിരോധം, എതിർപ്പ്, ശത്രുത, ഇതൊക്കെ വർദ്ധിച്ചു വന്നു എന്നതല്ലാതെ അവരാരും സന്മാർഗികളാവാൻ കൂട്ടാക്കിയില്ല. ഇതാണ് ആ ഘട്ടത്തില് മക്കയിലെ ആളുകളെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പറയുന്ന കാര്യം. മാ സാദഹും ഇല്ല നുഫൂറ, അവരില് നുഫൂർ മാത്രമാണ്. സത്യത്തിനോടുള്ള വിരോധം, അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള എതിർപ്പ്, ദീനിനോടുള്ള പക, ശത്രുത, ഇങ്ങനെയൊക്കെയാണ് ഇതൊക്കെയാണ് അവരിൽ വർദ്ധിക്കുകയുണ്ടായത്. എന്നിട്ടോ അവരെങ്ങനെയാണ് ഈ സന്മാർഗം സിദ്ധിച്ചതിന് ശേഷവും പ്രതികരിക്കുകയുണ്ടായത്? ആ സന്മാർഗം ദൈവികമായി പകർന്നു നൽകപ്പെട്ടിരിക്കുന്ന മാർഗദർശനം പിന്തുടരാനും സ്വാലിഹികളായ ആളുകളായി മാറാനും അവര് ശ്രമിക്കുകയായിരുന്നു. അങ്ങനെയല്ല ഉണ്ടായത്. മറിച്ച് ഇസ്തിക്ബാറൻ ഫിൽ അർള്, ഭൂമിയിൽ കിബിർ കാണിച്ച് നടക്കുന്നവരായിട്ട് മാറിയവർ, അഹങ്കാരികളായിട്ട് ഭൂമിയിൽ നിഗളിക്കുന്ന പെരുമാറ്റമാണ് അവർ കാഴ്ചവെച്ചത്. മക്കറ സയ്യ്, എല്ലാ കുൽസിതമായ തന്ത്രങ്ങളും പയറ്റുന്നവരായിട്ടും മാറി. രഹസ്യമായിട്ടുള്ള ഉപജാപങ്ങൾ നടത്തുക, പല കുതന്ത്രങ്ങളിലും ഏർപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനെ കബളിപ്പിക്കാനും അദ്ദേഹത്തെ പ്രയാസപ്പെടുത്താനുമുള്ള പല കാര്യങ്ങളും ആസൂത്രണം ചെയ്യുക, ഇങ്ങനെ പലതിലുമായി അവര് ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഇസ്തിക്ബാറൻ ഫിൽ അർള്, ദൈവിക മാർഗദർശനം പകർന്നു നൽകാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ചയച്ച താക്കീതുകാരനായ പ്രവാചകൻ അവരിലേക്ക് വന്നപ്പോ അവര് ശത്രുതയും വിരോധവും പകയും ഒക്കെ അവരിൽ വർദ്ധിച്ചു എന്നതല്ലാത്ത ഗുണമൊന്നും ഉണ്ടായില്ല. പിന്നെ അവരുടെ പെരുമാറ്റവും നിലപാടും ഒക്കെ എന്തായിരുന്നു? ഇസ്തിക്ബാറൻ ഫിൽ അർള്,
ഭൂമിയിൽ അഹങ്കാരത്തോടു കൂടിയുള്ള, നാട്ടിൽ അഹങ്കാരികളായിക്കൊണ്ടുള്ള നിഗളിക്കലായിരുന്നു അവർ കാഴ്ചവെച്ചത്. അതുപോലെ മക്ര സയ്യ്, പല കുൽസിതമായ തന്ത്രങ്ങളും ആവിഷ്കരിക്കലായിരുന്നു അവരുടെ ഏർപ്പാട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യത്തെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പല കുതന്ത്രങ്ങളും, സയ്യി ആയ മക്റാണ് അവര് പ്രയോഗിക്കുന്നത്. മക്റ് നല്ലതും ചീത്തയൊക്കെ ഉണ്ടാവും. അതിലേറ്റവും ചീത്തയായ, ഏറ്റവും ദുരുപതിഷ്ഠിതമായ പല തന്ത്രങ്ങളിലും ഏർപ്പെടുകയായിരുന്നു ഈ ആളുകൾ. നമുക്കതിന്റെ ചരിത്ര വിവരണങ്ങളും അതിന്റെ വിശദാംശങ്ങളും ഒക്കെ പലപ്പോഴായിട്ട് പരിചയം ഉണ്ടായിട്ടുള്ളതാണ്, അറിയുന്ന കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും അവരുടെ ദൗത്യ നിർവഹണത്തിൽ പരാജയപ്പെടുത്താൻ വേണ്ടി മക്കയിലെ നിഷേധികൾ സ്വീകരിച്ചുകൊണ്ടിരുന്ന പല തന്ത്രങ്ങളും രീതികളും ഒക്കെ നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. വലാ യഹീഖുൽ മക്റു സയ്യിഉ ഇല്ലാ ബി അഹ്ലി. എന്നാൽ ഒരു തത്വം അല്ലാഹു ഒരു ആപ്തവാക്യം പോലെ അതിനെ തുടർന്ന് അല്ലാഹു ഇവിടെ പറയുകയാണ്. വലാ യഹീഖുൽ മക്റു സയ്യിഉ ഇല്ലാ ബി അഹ്ലി. ഈ കുൽസിതമായ തന്ത്രങ്ങൾ ഉണ്ടല്ലോ, അത് ആരെയാണ് യഥാർത്ഥത്തിൽ ബാധിക്കുക? ആരെങ്കിലും ദുരുപതിഷ്ഠിതമായ കുതന്ത്രങ്ങളിൽ ഏർപ്പെടുന്നുവെങ്കിൽ അത് അവരെ തന്നെ അല്ലാതെ യേശുകയില്ല എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ആരെങ്കിലും കുതന്ത്രങ്ങൾ പയറ്റിയെങ്കിൽ ആ കുതന്ത്രത്തിന്റെ ഏറ്റവും വലിയ ആഘാതം ഏറ്റുവാങ്ങേണ്ടി വരിക അത് ചെയ്ത ആളുകൾ തന്നെയായിരിക്കും. നമ്മൾ മലയാളത്തില് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ ചാടി എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള ഒരു കാര്യമാണ് ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നത്. സത്യസന്ധതയില്ലാതെ ദുഷ്ടമനസ്ഥിതിയോടുകൂടി തന്ത്രങ്ങൾ പലതും മെനഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ യഥാർത്ഥത്തില് പ്രത്യക്ഷത്തിൽ വലിയ വിജയമുണ്ടാക്കുന്നു എന്നൊക്കെ തോന്നിയെന്ന് വരും. പക്ഷെ ആത്യന്തികമായിട്ട് ആ കുതന്ത്രങ്ങൾ അവർക്ക് തന്നെ വലിയ വിനയായിട്ട് മാറുകയാണ് ചെയ്യുക. ഇപ്പൊ നമ്മൾ മൂസ അലി ഇസ്ലാമിന്റെ ചരിത്രത്തില് അത് വളരെ പ്രത്യക്ഷത്തിൽ തന്നെ കാണുകയുണ്ടായി. മൂസ അലി ഇസ്ലാം ദൈവിക ദൃഷ്ടാന്തം എന്ന നിലക്കാണ് വടി തറയിലിട്ടുകൊണ്ട് പാമ്പാക്കുന്നത് അവരെ കാണിക്കുന്നത്. എന്നാൽ ഫിറൗൻ അതൊരു ഇന്ദ്രജാല പ്രവർത്തനമാണ്, സിഹിറാണ് എന്ന് ആരോപണം ഉന്നയിച്ചുകൊണ്ട് അതിന് നേരിടാൻ വേണ്ടി നാട്ടിലെ ഏറ്റവും പ്രഗത്ഭരായ മുഴുവൻ സാഹിറുകളെയും ഒരുമിപ്പിച്ചു കൂട്ടുകയാണ് ചെയ്യുന്നത്. മത്സരമൊക്കെ കഴിഞ്ഞു. അവസാനം അത് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയത് ആർക്കാണ് എന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതുപോലെ തന്നെ മക്കയിലെ ആളുകൾ പല കുതന്ത്രങ്ങളിലും ഏർപ്പെട്ടുകൊണ്ടിരുന്നു. അവസാനം ആ കുതന്ത്രങ്ങളൊക്കെയും തന്നെ അവർക്ക് വലിയ തിരിച്ചടിയായി മാറി എന്നതാണ്. അവരാണ് അതിന്റെ ഏറ്റവും വലിയ ആഘാതം ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നതാണ് ചരിത്രം വെളിപ്പെടുത്തുന്ന കാര്യം. പ്രത്യക്ഷത്തിൽ ഭൗതിക ലോകത്ത് അങ്ങനെ തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വരുന്നില്ലെങ്കിൽ പോലും ഈ ആളുകൾക്ക് അത് വലിയ ദുരന്തമാണ് വരുത്തുക എന്നതാണ് വസ്തുത. കാരണം ദൈവിക പ്രവാചകന്മാർ വരുന്നത് അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയല്ല. ഏത് സമൂഹത്തിലേക്കാണോ അവർ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ആ സമൂഹത്തിലെ ആളുകളുടെ നന്മ ഉദ്ദേശിച്ചുകൊണ്ടാണ് പ്രവാചകന്മാർ നിയോഗിക്കപ്പെടുന്നത്. ആ പ്രവാചകനെ മുഖവിലക്കെടുക്കാതെ, ആ പ്രവാചകന് വേണ്ട പരിഗണന കൊടുക്കാതെ പല കുതന്ത്രങ്ങളിലും ഏർപ്പെടുന്ന ആളുകൾ ആത്യന്തികമായിട്ട് അവരുടെ തന്നെ ജീവിത വിജയമാണ് നഷ്ടപ്പെടുത്തുന്നത്. അതിനേക്കാൾ വലിയ ആഘാതം ഒരാൾക്കും സംഭവിക്കാനില്ലല്ലോ. അപ്പൊ ഈ കാര്യം ഇത് ഭൗതിക ലോകത്ത് തന്നെ വലിയ തിരിച്ചടി ഏറ്റുവാങ്ങുന്നവരാകാം. ഇനി അങ്ങനെ പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നില്ലെങ്കിൽ തന്നെ ഈ പറയുന്ന കാര്യം വസ്തുത അല്ലാതാവുന്നില്ല. കാരണം അള്ളാഹുവിന്റെ ദൂതന്മാര് ഒരു സമൂഹത്തിലേക്ക് നിയോഗിച്ചയക്കപ്പെടുന്നത് വെറുതെ അല്ല. ആ സമൂഹത്തിലെ ആളുകൾ സന്മാർഗികളാകുന്നതിന് വേണ്ടിയാണ്. അതിനുള്ള അവസരം അവർക്ക് നഷ്ടപ്പെടുന്നു.
അത് കാരണമായി ജീവിതം ഏറ്റവും വലിയ പരാജയമായി മാറുന്നു എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ അവരാവിഷ്കരിക്കുന്ന കുതന്ത്രങ്ങളുടെ ഏറ്റവും വലിയ ആഘാതം അവര് തന്നെയാണ് ഏറ്റുവാങ്ങേണ്ടി വരിക. അപ്പൊ ഇക്കാര്യമാണ് അള്ളാഹുവിടെ അതിനിടക്ക് ഒരു വലിയ ആപ്തവാക്യം അല്ലെങ്കിൽ വലിയ ഗുണപാഠം അടങ്ങിയിരിക്കുന്ന ഒരു വൈസ് സേയിങ് ഒക്കെ പോലെ ഇവിടെ പറയുന്നത്. വലാ യഹീഖുൽ മക്റു സയ്യിഉ ഇല്ലാ ബിഅഹ്ലി. മക്റു സയ്യിഅ് അതിന്റെ തന്നെ ആളുകളെയാണ് ബാധിക്കുക. മക്റു സയ്യിഅ് ചെയ്തുകൊണ്ട് ഒരു കുൽസിതമായ തന്ത്രം ആവിഷ്കരിച്ചുകൊണ്ട് ആരെങ്കിലും ദ്രോഹിക്കാൻ ലക്ഷ്യമിട്ടിട്ടുണ്ടെങ്കിലും ആ ലക്ഷ്യമിട്ടത് ആരെയാണോ അവരെ ആയിക്കൊള്ളണം ഇല്ല അത് ബാധിക്കുന്നത്. തീർച്ചയായിട്ടും അത് വലിയ വിപത്ത് വരുത്തി തീർക്കുക ആ കുൽസിത തന്ത്രം ആവിഷ്കരിച്ച ആളുകൾക്ക് തന്നെയാണ് എന്നതാണ് ആത്യന്തികമായിട്ട് അതിനെ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. വലാ യഹീഖുൽ മക്റു സയ്യിഉ ഇല്ലാ ബിഅഹ്ലി. മക്റു സയ്യിഅ് അതിന്റെ തന്നെ അത് ആവിഷ്കരിച്ച അതിന്റെ ആളുകളെ തന്നെയാണ് ബാധിക്കുക, അതല്ലാത്തവരെ അല്ല ബാധിക്കുക എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. എന്നിട്ട് തുടർന്ന് പറയുന്നത് ഫഹൽ യൻദുറൂന ഇല്ലാ സുന്നത്തൽ അവ്വലീൻ. എന്നിട്ട് അള്ളാഹു ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. ഈ ആളുകൾ പൂർവികർക്കുണ്ടായ അനുഭവങ്ങളല്ലാത്ത മറ്റു വല്ലതുമാണോ കാത്തിരിക്കുന്നത്? പൂർവികരായ സമൂഹങ്ങൾ ഇതുപോലെ അവരിലേക്ക് ദൂതന്മാരയക്കപ്പെട്ടപ്പോ അവര് ദൗത്യ നിർവഹണം നടത്തിയപ്പോ ഇത്തരം കുതന്ത്രങ്ങൾ ചെയ്തുകൊണ്ട് അവരെ ദ്രോഹിക്കാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടപ്പോ എന്ത് ദൈവിക നടപടിയാണോ അവരുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് അതുപോലെയൊക്കെയുള്ള അള്ളാഹുവിന്റെ സുന്നത്ത് നടപ്പിലാക്കപ്പെടും എന്നതല്ലാത്ത മറ്റു വല്ലതുമാണോ ഇവർ കാത്തിരിക്കുന്നത് എന്നതാണ് അള്ളാഹുവിന്റെ ചോദ്യം. പൂർവിക സമൂഹങ്ങളെ അവരിലേക്കായിട്ട് അള്ളാഹു പ്രത്യേകമായി തെരഞ്ഞെടുത്തയച്ച ദൂതന്മാര് അവരുടെ ദൗത്യം നിർവഹിച്ച ഘട്ടത്തില് ആ സമൂഹങ്ങള് സ്വീകരിച്ച നിലപാടുകൾ കാരണമായിട്ട് അള്ളാഹുവിന്റെ നടപടി ഉണ്ടായ ഒരുപാട് സംഭവങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ പലതും ഈ മക്കയിൽ അവതരിച്ച പല സൂറത്തുകളിലുമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് പ്രവാചകന്മാരെ നിയോഗിച്ചയക്കപ്പെടുമ്പോ ഏതൊരു സമൂഹത്തിന് വേണ്ടിയാണോ അവര് നിയോഗിച്ചയക്കപ്പെടുന്നത് ആ സമൂഹത്തിലെ ആളുകള് എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹുവിന്റെ നടപടി ഉണ്ടാവുക. അത് തീർച്ചയായിട്ടും അത്തരം നടപടികളിലേക്ക് അള്ളാഹു പോവുക തന്നെ ചെയ്യും എന്നൊരു കാര്യം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ ഒരു ചോദ്യരൂപത്തിലാണ് അക്കാര്യം അള്ളാഹു ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. ഫഹൽ യൻദുറൂന, ഇവര് കാത്തു നിൽക്കുകയാണോ? ഇല്ലാ സുന്നത്തൽ അവ്വലീൻ, പൂർവികരായ സമൂഹങ്ങളുടെ അനുഭവമല്ലാത്ത വേറെ വല്ലതുമാണോ ഇവർ കാത്തു നിൽക്കുന്നത് എന്നതാണ് ചോദ്യം. എന്ന് പറഞ്ഞാൽ പൂർവികർക്കുണ്ടായ അനുഭവം പോലെയുള്ളതല്ലാത്ത മറ്റൊരു ആഹ്ലാദകരമായ ഒരു അനുഭവം ഉണ്ടാകാനും ഇവർക്ക് അർഹതയില്ല. ഇവരെ ഏറ്റുവാങ്ങാൻ പോകുന്നത് പൂർവിക സമൂഹങ്ങള് ഏതൊക്കെ വിധത്തിലുള്ള പൂർണ്ണമായ അനുഭവമാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത് അതുപോലെയൊക്കെ ഉള്ളത് തന്നെയാണ് ഇവരും ഏറ്റുവാങ്ങാൻ പോകുന്നത്. ഇവരുടെ കാത്തിരിപ്പ് അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്ന കാര്യം. എന്നിട്ട് തുടർന്ന് പറയുകയാണ് ഫലൻ തജിദ ലി സുന്നത്തില്ലാഹി തബ്ദീല. അള്ളാഹുവിന്റെ നടപടിക്രമങ്ങൾക്ക് മാറ്റമൊന്നും ഉണ്ടാവില്ല. അത് അള്ളാഹുവിന്റെ ഒരു സുന്നത്താണ്. ഒരു നാട്ടിലേക്ക് ഒരു ദൂതനെ അള്ളാഹു നിയോഗിച്ച് അയച്ചു കഴിഞ്ഞാൽ ആ നാട്ടിലെ ആളുകള് ആ ദൂതനോട് സ്വീകരിക്കുന്ന നിലപാടിന്റെ അടിസ്ഥാനത്തില് അള്ളാഹുവിന്റെ നടപടി ഉണ്ടാവും. അവര് സത്യസന്ധരായിക്കൊണ്ട് ആ പ്രവാചകനെ ഉൾക്കൊള്ളാനും പിൻപറ്റാനും സന്നദ്ധരാകുന്നുവെങ്കിൽ അതിന്റെ ഗുണഫലങ്ങൾ അവരെ ഏറ്റുവാങ്ങും. മറിച്ച് ആ പ്രവാചകനെ നിസ്സാരനാക്കിക്കൊണ്ട് അദ്ദേഹത്തെ തള്ളിക്കളയുകയും കളവാക്കുകയും ഒക്കെയാണ് അവർ ചെയ്യുന്നതെങ്കിൽ അവരുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ ശിക്ഷാ നടപടികളും ഉണ്ടാവും. ഇങ്ങനെ പൂർവിക സമൂഹങ്ങൾ പല ശിക്ഷാ നടപടികളും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ആ കാര്യം ഖുർആൻ
പലപ്പോഴായിട്ട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നിട്ട് അള്ളാഹു അതിനെ പരാമർശിച്ചുകൊണ്ടാണ് പറയുന്നത് ഫലൻ തജിദലി സുന്നത്തില്ലാഹി തബ്ദീല. അള്ളാഹുവിന്റെ സുന്നത്തിന് മാറ്റമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത് അള്ളാഹുവിന്റെ ഒരു നടപടിക്രമമാണ്. ദൂതന്മാര് നിയോഗിച്ചയക്കപ്പെടുന്ന നാടുകളിൽ അവരെങ്ങനെ പ്രതികരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ ഒരു സുന്നത്ത് നടപ്പിലാക്കപ്പെടാനിരിക്കുകയാണ്. അതെല്ലാ സമൂഹങ്ങളുടെയും കാര്യത്തിൽ അള്ളാഹു പിന്തുടരുന്ന അള്ളാഹുവിന്റെ ഒരു സുന്നത്താണത്, അള്ളാഹുവിന്റെ ഒരു ചര്യയാണ്. ഒരു സമൂഹവും അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനോട് നന്ദികേട് കാണിച്ച് ആ പ്രവാചകനെ തിരസ്കരിച്ചുകൊണ്ട് ആ പ്രവാചകനോട് ദ്രോഹം അഴിച്ചു വിട്ടതിന് ശേഷം അവര് പിന്നെ അവിടെ വലിയ കേമന്മാരായിട്ട് വാഴുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. അള്ളാഹു അത് അനുവദിക്കാറില്ല. ഒന്നുകിൽ അവർ സന്മാർഗികളായി ആ പ്രവാചകനെ പിൻപറ്റാൻ സന്നദ്ധരാകുന്നു, അതല്ലെങ്കിൽ ധിക്കാരം കാണിച്ചുകൊണ്ട് അക്രമത്തിന്റെ വഴികളിലേക്ക് നീങ്ങി അതിന്റെ ദുരന്ത ഫലം ഏറ്റുവാങ്ങേണ്ടി വരും. ഇങ്ങനെ രണ്ടിലൊരു നടപടി അല്ലാതെ അവരുടെ കാര്യത്തിൽ ഉണ്ടാവാറില്ല. അപ്പൊ ഈ ആളുകളുടെ കാര്യത്തിൽ അള്ളാഹു ചോദിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ വ്യക്തമാക്കുന്നത് ഫലൻ തജിദലി സുന്നത്തില്ലാഹി തബ്ദീല. അള്ളാഹുവിന്റെ ഇത് സംബന്ധമായ നടപടിക്രമത്തില് നയംമാറ്റമൊന്നുമില്ല. അള്ളാഹു നേരത്തെ പിന്തുടർന്നു വന്നിരുന്ന അതേ സുന്നത്ത് തന്നെയാണ് ഇവരുടെ കാര്യത്തിലും സംഭവിക്കാനുള്ളത്. അതുകൊണ്ട് പൂർവികർക്കുണ്ടായ അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായ വല്ലതുമാണോ ഇവർ കാത്തിരിക്കുന്നത് എന്നതാണ് ചോദ്യം. ഒരിക്കലും തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മെച്ചപ്പെട്ട അനുഭവം ഇവർക്ക് കാത്തിരിക്കുന്നതിന് യാതൊരു പ്രസക്തിയില്ല, ഒരു അർത്ഥവുമില്ല. കാരണം വലൻ തജിദലി സുന്നത്തില്ലാഹി തഹ്വീല. അള്ളാഹുവിന്റെ സുന്നത്തിന്, അള്ളാഹുവിന്റെ നടപടിക്രമത്തിന് അള്ളാഹു ഒരു പരിഷ്കരണവും ഭേദഗതിയും വരുത്താൻ പോകുന്നില്ല. നിനക്ക് അങ്ങനെ ഒന്നും കാണാനും സാധ്യമല്ല. അള്ളാഹുവിന്റെ നടപടിക്രമം അള്ളാഹു നേരത്തെ നിശ്ചയിച്ചു വെച്ചിട്ടുള്ളതാണ്. അതിലൊരു പരിഷ്കരണം വരുത്തിയിട്ട് അത് ഇപ്പൊ കഴിഞ്ഞ തലമുറകളുടെ കാര്യത്തിൽ ഞാൻ അങ്ങനെയാണ് ചെയ്തത്, ഇപ്പോ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന വിധത്തില് ധിക്കാരം പ്രവർത്തിച്ച സത്യനിഷേധികളായി തന്നെ നിലകൊണ്ട ദുർമാർഗികളായി ജീവിച്ച ആളുകൾക്ക് അള്ളാഹു വലിയ സൗഭാഗ്യങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി അള്ളാഹു പിന്തുടരാൻ പോകുന്നില്ല. ഇത് ഏതെങ്കിലും ഘട്ടത്തില്, ഏതെങ്കിലും ചരിത്ര ഘട്ടത്തിൽ ഏതെങ്കിലും സമൂഹത്തിന് അക്രമികളായി ജീവിക്കുമ്പോൾ തന്നെ ഭൗതിക അർത്ഥത്തിലുള്ള അഭിവൃദ്ധി ഉണ്ടായില്ല എന്നല്ല പറയുന്നത്. പ്രവാചകന്മാരെ ഏതെങ്കിലും നാട്ടിലേക്ക് അള്ളാഹു നിയോഗിച്ചയച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രവാചകന്മാരോട് ആ നാട്ടുകാരെന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. അവർ പോസിറ്റീവായിട്ട് അതിനെ അംഗീകരിച്ച് ഉൾക്കൊണ്ട് അതിനെ സത്യപ്പെടുത്താൻ സന്നദ്ധരാകുന്നുവെങ്കിൽ അള്ളാഹു അവർക്ക് വലിയ ഉയർച്ചയും അഭിവൃദ്ധിയും ഒക്കെ നൽകും. ഇനി അതല്ല ധിക്കാരികളായിക്കൊണ്ട് പ്രവാചകന്മാരെ തള്ളിക്കളയുന്ന, അതുപോലെ സകല ജീർണതകളെയും പുൽകിക്കൊണ്ടുള്ള ഒരു ജീവിതമാണ് അവർ നയിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ദുരന്തവും അവർ ഏറ്റുവാങ്ങേണ്ടി വരും. ഇത് അള്ളാഹുവിന്റെ ഒരു സുന്നത്താണ്. ഈ സുന്നത്ത് അള്ളാഹു മാറ്റിയിട്ടില്ല, അതിന് ഒരു ബദല് വേറെ കൊണ്ടുവന്നിട്ടില്ല, അതിനെ അള്ളാഹു പരിഷ്കരിച്ച് അതിനെ വേറെ ഒന്നാക്കി മാറ്റിയിട്ടില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ 2 തവണയാണ് ഈ കാര്യം ഈ ആയത്തിൽ ആവർത്തിക്കപ്പെടുന്നത്. ഒന്ന് ഫലൻ തജിദലി സുന്നത്തില്ലാഹി തബ്ദീല എന്ന് പറഞ്ഞതിന് ശേഷം വലൻ തജിദലി സുന്നത്തില്ലാഹി തഹ്വീല എന്നൊരു വാക്ക് മാറ്റിക്കൊണ്ട് അതേ കാര്യം തന്നെ അള്ളാഹു പറയുകയാണ്. അപ്പോ തബ്ദീലും തഹ്വീലും സമാനമായ അർത്ഥങ്ങളുള്ള വാക്കുകളാണ്. അള്ളാഹു തന്റെ നടപടിക്രമത്തിന് മാറ്റം വരുത്തിയിട്ടില്ല എന്ന് ഒന്ന് പറയാം, മറ്റത് അതിലൊരു പരിഷ്കരണം വരുത്തിയിട്ടില്ല എന്നുള്ളതും പറയാം. അത് തബ്ദീലിന് ഈ അർത്ഥം കൊടുത്താലും തഹ്വീലിന് മറ്റൊരു അർത്ഥം കൊടുത്താലും അല്ലെങ്കിൽ തിരിച്ചും മറിച്ചും ആക്കിയാൽ പോലും പറയത്തക്ക വ്യത്യാസമൊന്നുമില്ല. അത് ഉദ്ദേശിക്കുന്ന കാര്യം, സൂചിപ്പിക്കപ്പെടുന്ന കാര്യം ഒന്ന് തന്നെയാണ്. അതൊന്ന് ഊന്നലോടുകൂടി അള്ളാഹു വെളിപ്പെടുത്തുന്നു അല്ലെങ്കിൽ വ്യക്തമാക്കുന്നു എന്നേ അതിനർത്ഥമുള്ളൂ. അപ്പൊ അള്ളാഹുയുടെ താക്കീദിന്റെ സ്വരത്തില് ഈ
ആളുകളോട് പറയുന്ന കാര്യം, അവരുടെ അടുക്കിലേക്ക് ഒരു ദൂതനെ അള്ളാഹു താക്കീതുകാരനായിട്ട് നിയോഗിച്ച് അയച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ തങ്ങളാകുമായിരുന്നു ഏറ്റവും സന്മാർഗികളായി ജീവിക്കുന്ന ആളുകള് എന്നൊരു സംസാരം അവർ നേരത്തെ നടത്തിയിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൗത്യ നിർവഹണം തുടങ്ങുന്നതിന് മുമ്പ് മക്കയിലെ ആളുകള് യഹൂദരെയും ക്രൈസ്തവരെയും ഒക്കെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുന്ന കൂട്ടത്തില് ഞങ്ങൾക്കൊറ്റയായിരുന്നു അങ്ങനത്തെ ഒരു പ്രവാചകനെ കിട്ടിയിട്ടുണ്ടായിരുന്നതെങ്കിൽ, ഞങ്ങളിലായിരുന്നു അങ്ങനെ ഒരു താക്കീതുകാരൻ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളെന്നും പോലെ ആവുമായിരുന്നില്ല ഞങ്ങള് വളരെ സന്മാർഗികളായിട്ടാവുമായിരുന്നു ജീവിക്കുക എന്നൊക്കെയായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഇത് വിശുദ്ധ ഖുർആനിൽ വേറെയും ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പരാമർശിക്കുന്നത് കാണാൻ സാധിക്കും. സൂറത്തുൽ അൻആമിൽ 156, 157 ആയത്തുകളിലും, അതുപോലെ സൂറത്ത് സോഫാത്തില് 167 മുതൽ 169 വരെയുള്ള ആയത്തുകളിലുമായിട്ട് ഈ വിഷയം തന്നെ അള്ളാഹു പറയുന്നത് കാണാൻ കഴിയും. ഈ ജാഹിലിയ കാലഘട്ടത്തിലെ ഈ ആളുകളുടെ വലിയ അവകാശവാദം നടത്തിയിരുന്ന ഒരു കാര്യം, ഞങ്ങളിലേക്കായിരുന്നു ഒരു താക്കീതുകാരൻ വന്നിട്ടുണ്ടായിരുന്നതെങ്കിൽ ഞങ്ങളാകുമായിരുന്നു മറ്റാരെക്കാളും സന്മാർഗികളായിരുന്ന ആളുകൾ എന്നൊക്കെ അവർ വലിയ വീമ്പ് പറഞ്ഞിരുന്നതാണ്. എന്നാൽ അവരിലേക്ക് തന്നെയായിട്ട് അള്ളാഹു ഒരു ദൂതനെ അവരിൽപ്പെട്ട ഒരാളെ തന്നെ തെരഞ്ഞെടുത്ത് നിയോഗിച്ചയച്ചപ്പോ അത് അവരിൽ പകയും ശത്രുതയും എതിർപ്പും വിദ്വേഷവും ഒക്കെയാണ് വർദ്ധിപ്പിക്കുകയുണ്ടായിട്ടുള്ളത്. എന്നാൽ ഇനി അവരെന്തിനു വേണ്ടിയാ കാത്തിരിക്കുന്നത്? അള്ളാഹുവിന്റെ നടപടിക്രമത്തില് പൂർവികരായ സമൂഹങ്ങൾക്ക് അള്ളാഹു എന്തൊക്കെയാണോ ഇത്തരം നിലപാടുകളോട് പ്രതികരിച്ചുകൊണ്ട് അവരുടെ കാര്യത്തിൽ നടപടി സ്വീകരിച്ചത്, അതല്ലാത്ത യാതൊന്നും ഇവർക്ക് പ്രതീക്ഷിക്കാൻ വകയില്ല. അള്ളാഹുവിന്റെ സുന്നത്തിന് യാതൊരു തബ്ദീലുമില്ല, അതിന് യാതൊരു തഹ്വീലുമില്ല, അതിനെ മാറ്റം വരുത്തിയിട്ടില്ല, അതിൽ യാതൊരു പരിഷ്കരണവും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പോ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.